ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവാഹയാത്രയൊക്കെ കഴിഞ്ഞ് വന്നവരുണ്ട്. നല്ല ക്ഷീണമാണ്. തന്നെയല്ല, കഴിഞ്ഞ 2 ദിവസം പതിവില്ലാത്ത ഒരു അവസ്ഥയായിരുന്നതുകൊണ്ട് എനിക്ക് കൊണ്ടൊക്കെ പ്രയാസവും ചുമയും ഒക്കെ ആയിട്ടുണ്ട്. എനിക്ക് ചിന്തിക്കുകയായിരുന്നു, മനുഷ്യനെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് പ്രകൃതിദത്തമായ സംവിധാനങ്ങളാണ്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ച സംഭവങ്ങൾ നമുക്ക് ദോഷം ചെയ്യും. എനിക്ക് എ സിക്കകത്തൊരു 10 മിനിറ്റ് കൂടുതൽ വരുന്ന പ്രയാസമാണ്. ഇന്നലെ അങ്ങോട്ടും അങ്ങോട്ടും ഇന്നലെ ഇങ്ങോട്ടും. പിന്നെ ആ ഓഡിറ്റോറിയത്തിനകത്ത് ആ 2-2.5 മണിക്കൂർ ഫുൾ എ സി. അതുകൊണ്ട് പിടിക്കാത്ത ജലദോഷവും ഒക്കെ പിടിച്ചിട്ടുണ്ട്. പ്രത്യേകം നിങ്ങൾ വിഷയമൊക്കെ പ്രാർത്ഥിക്കണം. ഗ്രേഷ്യസാണ് എൻ്റെ അടുത്ത് പോകാൻ വരാൻ സീറ്റിലിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ ഉറങ്ങും. എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് സീറ്റ് മാറി സൈഡിലേക്ക് പോയിരിക്കും. എൻ്റെ കുറെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞു വരും. അത് എനിക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. അതായത് അവൻ ഇന്നലെ അതിനും കൂടെ ഒരു ഭാഗ്യം കിട്ടി. ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കുന്നവരൊക്കെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ബുധനാഴ്ചയിലെ ഈ സഭ ഹാളിൽ വെച്ച് നടത്തിയ ആ മീറ്റിങ്ങിൻ്റെ മെസ്സേജിൻ്റെ ടോപ്പിക് ഓർമ്മയുണ്ടോ? നാവ് മറക്കാത്ത കാര്യമല്ലേ? കാരണം നമ്മളതാണല്ലോ കൂടുതലെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നാവായിരുന്നു. ഞാനിവിടുന്ന് ചിന്തിച്ചത്, ഇന്ന് 23-ാം തീയതി മാർച്ച് 23 ഞായറാഴ്ച. ഫെബ്രുവരി 23 ഞായറാഴ്ച ഞാനായിരുന്നു പ്രസംഗിച്ചത്. ജനുവരി ലാസ്റ്റ് ഞായറാഴ്ച ഞാനായിരുന്നു. ഡിസംബർ ലാസ്റ്റ് ഞാനായിരുന്നു. അപ്പോൾ ഒരു മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ക്രമേണ ദൈവം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫെബ്രുവരി 23 ഞാൻ അല്പസമയം സംസാരിച്ച വിഷയം ഓർമ്മയുണ്ടോ? വാക്യം വായിച്ചേ. യോബിന്റെ പുസ്തകം 12-ാം അധ്യായം. ഇപ്പോൾ ഓർമ്മല്ലേ? ഇപ്പോൾ ഓർമ്മ വരും. യോബിന്റെ പുസ്തകം 12-ാം അധ്യായം 7-8 വാക്യങ്ങളാണ്. അതിൽ 7-ാം വാക്യം മാത്രമേ, അതും ഒരു ചെറിയ ഭാഗം മാത്രമേ ചിന്തിച്ചോളൂ. ഞാൻ പറഞ്ഞു, വരും ദിവസങ്ങളിൽ അത് കണ്ടിന്യൂ ചെയ്യാം എന്ന് ചിന്തിച്ചോളൂ. അപ്പോൾ ഏതൊക്കെ മൃഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് അല്ലെങ്കിൽ ചോദിച്ചത്? പാമ്പിനോട് നമ്മൾ ചോദിച്ചു. എന്താ പാമ്പ് നമുക്ക് തന്ന ഉത്തരം അല്ലെങ്കിൽ നമുക്ക് തന്ന ഉപദേശം എന്തായിരുന്നു? അങ്ങനെ അവിടെ പറഞ്ഞു, മൃഗങ്ങളോട് ചോദിക്കുക, അവൻ നിന്നെ ഉപദേശിക്കും. അപ്പോൾ പാമ്പിനോട് നമ്മൾ ചോദിച്ചപ്പോൾ പാമ്പ് നമ്മളെ ഉപദേശിച്ചു. ജോയിലെ, എന്തായിരുന്നു പാമ്പ് നമ്മളോട് ഉപദേശിച്ചത്? ഈ കഴിഞ്ഞ ആ ദിവസം ചിന്തിച്ച 2 മൃഗങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് പാമ്പ്, രണ്ടാമത് കഴുത. ഈ 2 മൃഗങ്ങളുടെയും വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണ്, ഈ 2 മൃഗങ്ങളും സംസാരിച്ചു. ഇപ്പൊ സംസാരിക്കുന്ന മൃഗങ്ങളെല്ലാം ഉണ്ട്, ഇല്ലേ? പറവകൾ സംസാരിക്കാറുണ്ട്, അല്ലേ? തത്ത, മൈന. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, 1983 കാലഘട്ടത്തിൽ ആ മുപ്പിനി അന്ന് പാലമൊന്നുമില്ല, കയറി അങ്ങ് പോകണം. അത് പോകുമ്പോൾ അവിടെ ഒരു പെന്തക്കോസ്തുകാരുടെ ഒരു വീടുണ്ടായിരുന്നു. അവരൊരു തത്തമ്മയെ വളർത്തുന്നുണ്ടായിരുന്നു. ആ തത്തയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൂരെ നിന്ന് കറുത്ത പാൻറ് വെളുത്ത ഷർട്ട് ഇട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്തോത്രം പറയും. കുറച്ച് സമയം ചത്തുപോയി. പ്രാന്തക്കാരുടെ വീടിൻ്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞാൽ അതിനെ പഠിപ്പിച്ചതാണ്. അപ്പോൾ കൃത്യമായിട്ട്. അതുപോലെ നെടുങ്കണ്ടത്തിലൊരു തത്തമ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇല്ല, അതുണ്ടായിരുന്നു. അത് വർത്തമാനം പറയായിരുന്നു. അപ്പോൾ പക്ഷികൾ വർത്തമാനം അതിനുള്ള കഴിവ് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്ത് പറയുന്നു അത് മാത്രമേ അത് പറയുകയുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ച 2 മൃഗങ്ങളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അപ്പോൾ പഠിച്ചത് പറയുകയല്ല, പിന്നെ മറ്റാരുടെയോ ആലോചന മറ്റാർക്കോ വേണ്ടി സംസാരിക്കുകയായിരുന്നു, അല്ലേ? പാമ്പ് സംസാരിച്ചു. ആർക്ക് വേണ്ടി സംസാരിച്ചേ? പാമ്പ് സംസാരിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? പിശാചിന് വേണ്ടിയായിരുന്നു. പിശാചിന് വേണ്ടി സംസാരിച്ചു എന്ന് മാത്രമല്ല,
പിശാചിന്റെ ഉദ്ദേശം എന്താണോ അത് പൂർണ്ണമായും മനുഷ്യന്റെ മേലിൽ പ്രായോഗികമാക്കുവാനായിട്ട് കൃത്യമായ ഒരു ഉപകരണമായി ഈ പാമ്പ് പ്രയോജനപ്പെട്ടു, പ്രവർത്തിച്ചു. ഇനി കിട്ടിയ ഗുണം എന്തായിരുന്നു പാമ്പിന്? പിശാചിന് വേണ്ടി സംസാരിച്ചപ്പോൾ, പിശാചിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ പാമ്പിന് കിട്ടിയ ഗുണം എന്തായിരുന്നു? അല്ലേ? ഒന്ന്, അതിന്റെ സഞ്ചാരം മാറി. അതിന് മുമ്പ് എങ്ങനെ സഞ്ചരിച്ചെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇത് സംഭവിച്ചതിന് ശേഷം ദൈവം പറയുന്നുണ്ട്, നീ ഉരസുകൊണ്ട് അപ്പൊ വയറുകൊണ്ട് ആലോചിച്ചൊക്കെ ശരീരത്തിലെ ചെറിയ ചെറിയ കാലുകളുള്ള നിരവധി ജീവികളുള്ളപ്പം ഒരു കാല് പോലും ഇല്ലാതെ അതിന്റെ വയറുകൊണ്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഏതെല്ലാം പാമ്പില്ല, മുള്ളതല്ലോ എന്തുണ്ടോ അവിടെ കൂടി എല്ലാം പാറപ്പുറത്ത് കൂടെ പോകുമ്പോഴും മണ്ണിൽ കൂടെ പോകുമ്പോഴും വെള്ളത്തിൽ കൂടെ പോകുമ്പോഴൊക്കെ അതിന്റെ ഉദരഭാഗം ശരിയായിട്ട് നെരിക്കും ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതിന്റെ സഞ്ചാര സൗകര്യം നഷ്ടപ്പെട്ടു. അടുത്തത് അടുത്തെന്താ സംഭവിച്ചത്? ഇങ്ങനെ പറഞ്ഞു, സ്ത്രീക്കും നിനക്കും തമ്മിൽ, അത് കേവല സ്ത്രീക്ക് മാത്രമല്ല മനുഷ്യവർഗത്തിന് മുഴുവനും ഈ പാമ്പിന്റെ മേലെ ഒരു ശത്രുത്വം ഉണ്ടാക്കി, അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ പാമ്പിനെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നത്? വടിയെടുക്കുന്നത്, അല്ലേ? ആരോടൊന്നും ഈ പാമ്പിനെ കാണാൻ എന്ത് കാണിക്കും ചോദിച്ചപ്പം ആരോ പറഞ്ഞു, ഒന്നോ തടിയെടുക്കും അല്ലെങ്കിൽ വടിയെടുക്കും എന്നാണ്. പാമ്പിനെ കാണുമ്പോഴേ ഒന്ന് തടിയെടുക്കും അല്ലെങ്കിൽ വടിയെടുക്കും. അപ്പൊ ഈ പാമ്പിനെ കണ്ടു കഴിയുമ്പോൾ ഒരു ശത്രുതാ മനോഭാവമാണ്. അതെങ്ങനെ കിട്ടി? ഈ പിശാചിന് വേണ്ടി പാമ്പ് സംസാരിച്ചു, പിശാചിന്റെ ഇഷ്ടം നിറവേറ്റിയത് കൊണ്ട് ദൈവം കൊടുത്തത് ശിക്ഷയുടെ ഒരു ഭാഗമാണ്. സംസർഗം നഷ്ടപ്പെട്ടു, മനുഷ്യനുമായി സംസർഗം നഷ്ടപ്പെട്ടു, എന്നേക്കും ശത്രുവായിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പോഴും പിശാചിന് പറയുന്ന ഉപമ പറയുമ്പോൾ പെട്ടെന്ന് ആര് പറഞ്ഞല്ല, ഈ പാമ്പിന്റെ പേരാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത് നമ്മൾ ചിന്തിച്ച മൃഗം ഏതായിരുന്നു? കഴുത, അല്ലേ? കഴുത സംസാരിച്ചു. ആർക്ക് വേണ്ടി സംസാരിച്ചത്? നേരെ വിപരീതമാണ്. പാമ്പ് ആർക്ക് വേണ്ടി സംസാരിച്ചോ അതിന് നേരെ വിപരീതമായിട്ട് കഴുത ദൈവത്തിന് വേണ്ടി സംസാരിച്ചു. ദൈവത്തിന്റെ പദ്ധതി പ്രവാചകനായിരിക്കുന്ന ബിലയാമിൽ നടക്കേണ്ടതിന് വേണ്ടി കഴുത സംസാരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അത് വായിച്ചാണ് നമ്മളവിടെ നിർത്തിയത്. കഴുതയ്ക്ക് ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇടുക്ക് വഴിയിൽ നിൽക്കുന്ന ദൈവദൂതനെ കാണാൻ സാധിച്ചു, പക്ഷെ ബിലയാമിന് കാണാൻ സാധിച്ചില്ല. എന്തായിരുന്നു അതിന്റെ കാരണം? എന്താണ് അതിന്റെ കാരണം? മറന്നുപോയോ? ഈ ബാലാക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ പണം അല്ലെങ്കിൽ സാമ്പത്തികം അല്ലെങ്കിൽ ദ്രവ്യം ഈ ദൈവദൂതനെ കാണാൻ കഴിയാതെ വന്ന കണ്ണിന്റെ മുമ്പിൽ വന്ന് വരച്ചു നിൽക്കുകയാണ്. ആരുടെ? ബിലയാമിന്റെ. അപ്പൊ കണ്ടോ, ദൈവത്തിന് വേണ്ടി സംസാരിച്ചതായിരിക്കുന്ന കഴുത ദൈവത്തിന്റെ ദൂതനെ കണ്ടെങ്കിൽ പ്രവാചകന്റെ പേരിൽ അറിയപ്പെടുന്ന ബിലയാമിന് ദൈവത്തെ കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷെ സംഭവിച്ചത് നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കഴുതയെ ദൈവം എന്ത് ചെയ്യുകയാണ്? ബഹുമാനിക്കുകയാണ്. എങ്ങനെ ബഹുമാനിച്ചേ? നമ്മുടെ കർത്താവ് ഈ പാവപ്പെട്ട അല്ലെങ്കിൽ മറ്റാരും ഇഷ്ടപ്പെടാതെ അരച്ചു വെറുത്ത് മാറ്റി നിർത്തിയായിരിക്കുന്ന ആ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തു വരികയാണ്. അപ്പൊ ദൈവത്തെ മാനിച്ചാൽ ദൈവം എന്ത് ചെയ്യും? മാനിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നികൃഷ്ട ജീവിയും അല്ലെങ്കിൽ ആരും ഇഷ്ടപ്പെടാത്ത ഒരു ജീവിയും തള്ളപ്പെട്ട ഒരു ജീവിയുമാണെങ്കിലും കർത്താവ് അതിന്റെ മുകളിൽ കയറി എന്ന് സഞ്ചരിച്ചപ്പോൾ, യാത്ര ചെയ്തപ്പോൾ ആ മൃഗത്തിന് വലിയൊരു അഭിമാനം അല്ലെങ്കിൽ അംഗീകാരം കിട്ടാൻ കാരണമായി തീർന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച്. ഇന്ന് നമ്മൾ വേറെ രണ്ട് മൃഗങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മൃഗത്തിന്റെ പേര് ഞാൻ പറയുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഭയങ്കര വന്യമൃഗശല്യമാണ്, അല്ലേ? വന്യമൃഗശല്യം നമ്മുടെ നിലമ്പൂർ തന്നെയുണ്ട്. എന്തിൻ്റെയൊക്കെയാ ശല്യമുള്ളത്? ആന, പന്നി, പുലി, ആ കുരങ്ങ്, പിന്നെ കടുവ. ഞാൻ ഉദ്ദേശിക്കുന്ന പേര് നിങ്ങൾ ആരും പറഞ്ഞില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആ മൃഗത്തിന്റെ പേര് നിങ്ങൾ ആരും പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ പുലി, കടുവ, കരടി, ആന, പന്നി എന്ന് തുടങ്ങിയുള്ള വന്യമൃഗശല്യം ഇന്ന് നമ്മുടെ നാട്ടിൽ ഭയങ്കര, സഹിക്കാൻ പറ്റുകയില്ല. എൻ്റെ ഒരു അനിയത്തി ഇവിടെ ചുണ്ടേൽ താമസിക്കുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ രസം കാണാം. എന്താ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനലും വാതിലും മുഴുവൻ കൊട്ടിയടച്ച് വെച്ചേക്കുക. എന്താ ശകലം തുറന്നിരുന്ന കുരങ്ങന്മാർ അതിനെ തോന്നാതെ എടുത്തോണ്ട് പോകും. വീട്ടിനകത്ത് കയറി ഉണ്ടാക്കി വെച്ചേക്കുന്ന ആഹാരം എടുത്തുകൊണ്ട് പോകും. അത്രത്തോളം ശല്യമായിക്കൊണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ ചോദിച്ചു വരുന്ന കാര്യം, ഒരു മൃഗത്തെ കുറിച്ചുള്ള ശല്യം നമ്മുടെ നാട്ടിൽ ഒന്നുമില്ല.
ഒരു വന്യമൃഗം. ചിന്തിച്ചു നോക്കിയേ, ഏത് മൃഗം അത്? വന്യമൃഗമാ. ഏഞ്ചൽ പറയുന്നുണ്ട് സിംഹം. ശരിയല്ലേ? നമ്മുടെ നാട്ടിൽ, കേരളത്തിലും തമിഴ്നാട്ടിലും ഈ ഏതെങ്കിലും മലപ്രദേശങ്ങളിലെല്ലാം നിരവധി വന്യമൃഗ ശല്യമുണ്ട്. സിംഹം ഒന്ന് നശിപ്പിച്ചാൽ, സിംഹം ആരെങ്കിലും കൊന്നു, സിംഹം ഉപദ്രവിച്ചത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് സിംഹം ഇല്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം എവിടെ സിംഹമുള്ളത് ഇന്ത്യയിൽ. ഗുജറാത്ത്, രാജസ്ഥാൻ മേഖലയിലുള്ള ഗിർ വനം കേട്ടോ. ഗിർ വനം എന്ന് പറയുന്ന ആ വനത്തിൽ മാത്രമേ സിംഹമുള്ളൂ. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അവരും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ള അവസ്ഥ എന്താ? ഏഞ്ചല് സ്കൂളിൽ പോകാൻ പറ്റുമോ? കടയിൽ പോകാൻ പറ്റുമോ? അയ്യോ, എന്തൊരു ശല്യമായി പോയതേ അല്ലേ? അപ്പൊ സിംഹം ആണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത്. ചിന്താ വിഷയം. ഓക്കെ, സിംഹം എന്ന വാക്ക് വേദപുസ്തകത്തിൽ എവിടെ ആദ്യം കാണാമെന്ന് അറിയാമോ? സിംഹം എന്ന വാക്ക് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുന്ന. അത് കാരണം പലരും യാത്ര പോയി വന്നവർക്ക് ഉറക്കം വരാതിരിക്കണം, അതിന് വേണ്ടിയാണ്. സിംഹം എന്ന വാക്ക് പദം ബൈബിളിൽ എവിടെയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം സിംഹം എന്ന പദം ബൈബിളിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഭാഗം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 9-10 വാക്യം ഒന്ന് വായിച്ചു. 9-10 ആരും ഒന്ന് വായിച്ചു. 9-10 49. യഹൂദ ഒരു ബാലസിംഹം സിംഹം പോലെയും. അടുത്ത് ഇനി ശ്രദ്ധിക്കുക, 10-ാം വാക്യം ശ്രദ്ധിക്കുക. സിംഹത്തിന്റെ കാര്യം പറഞ്ഞു വന്നിട്ട് അതാണ് പറയാണ്, അവകാശമുള്ളവൻ വരുവോളം. പ്രത്യേകത കണ്ടോ? സിംഹത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ ആരെക്കുറിച്ച് പറയുന്നത്? മക്കളെ, ഈ 59-ാം അധ്യായത്തിൽ യാക്കോബ് തന്റെ 12 മക്കളെയും വിളിച്ച് അനുഗ്രഹിക്കുന്ന ഭാഗമാണ്. അനുഗ്രഹിക്കുന്ന ഭാഗത്തിൽ യഹൂദയെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, യഹൂദ ഒരു ബാലസിംഹം. നമ്മൾക്ക് രാജാക്കന്മാരെ കുറിച്ചൊന്നും അറിയത്തില്ല അല്ലേ? പണ്ട് ഞങ്ങൾ ഗൂഡല്ലൂർ ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയപ്പോഴേ അവിടെ പറഞ്ഞിട്ടുണ്ടോ പോയപ്പം തിരുവനന്തപുരം ഭാഗത്തുനിന്ന് കുറേ സഹോദരന്മാർ വന്നിട്ടുണ്ട് കർണാടകത്തിൽ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെല്ലുന്ന വന്നവരെല്ലാം കൈകൊട്ടെങ്കിലും പരിചയപ്പെട്ട് പേര് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരാളുടെ പേര് ജോൺ രാജു, ഒരാളുടെ പേര് പീറ്റർ രാജു, ഒരാളുടെ പേര് ധനരാജു. അപ്പോൾ ഇങ്ങനെ കേട്ടിരുന്ന ഒരാൾ പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിൽ മൊത്തം രാജാക്കന്മാരാണല്ലോ, പ്രജകളൊന്നും ഇല്ലേ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാര് രാജാവ് എന്ന വാക്കിനും സ്ഥാനത്തിനും നല്ല വില കൊടുക്കുന്ന ഒരാൾക്കാർ. അപ്പൊ രാജാവ് എന്നുള്ളതായിരിക്കുന്ന ആ പേരിന്റെ വേണ്ടി. ഓക്കെ, ഇനി രാജാവ് ഇരിക്കുന്ന സീറ്റിന് എന്താ പേര് പറയാം? അതെങ്ങനെയാ പേര് വന്നേ? രാജാവ് ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ പേര് സിംഹാസനം. സിംഹാസനം കണ്ടോ? അവിടെ തന്നെ രാജാവിനും സിംഹത്തിന്റെ ഒരു വലിയൊരു ബന്ധമുണ്ട്. എങ്കിലും ആ ഇരിപ്പിടത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? സിംഹാസനം എന്നുള്ള പേരെങ്ങനെ വന്നെന്നറിയാമോ? ഈ രാജാവ് ഇരിക്കുന്ന ആ സീറ്റിന്റെ രണ്ട് ഭാഗത്തും സിംഹത്തിന്റെ തലയുണ്ട്. സിംഹത്തിന്റെ രണ്ട് ഭാഗത്തും, കൈവെക്കുന്ന രണ്ട് ഭാഗത്തും സിംഹം നല്ല ജടയുള്ളതായിരിക്കുന്ന നല്ല ആൺസിംഹത്തിന്റെ രണ്ട് രൂപങ്ങളുണ്ടായി. അത് സിംഹാസനം എന്ന പേര് കിട്ടുന്നു. അപ്പോൾ ഇവിടെ യഹൂദയെ കുറിച്ച് യാക്കോബ് തന്റെ മകനെ വിളിച്ച് അനുഗ്രഹം കൊടുക്കുന്ന കൂട്ടത്തിൽ പറയുകയാണ്, യഹൂദ ഈ ഒരു ബാലസിംഹമാണ്. എന്തേ സിംഹത്തിന്റെ ഇത്രയും പ്രത്യേകത? നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും മൃഗങ്ങൾ, കരടിയുണ്ട്, പുലിയുണ്ട്, കാട്ടുപോത്തുണ്ട്, ആനയുണ്ട്, കടുവയുണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ സിംഹത്തിനുള്ള പ്രത്യേകത എന്താ?
കാട്ടിലെ രാജാവാണ് ഏഞ്ചൽ പറഞ്ഞു. ആരാ രാജാവാക്കിയത് സിംഹത്തെ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒമ്പത്താഴ്ച ഒരു കാര്യം ചിന്തിച്ചായിരുന്നല്ലോ. വൃക്ഷങ്ങളെല്ലാം കൂടെ പോയി വൃക്ഷങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോയി. ഓർക്കുന്നുണ്ടോ? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ വായിച്ച. അപ്പോ വൃക്ഷങ്ങളെല്ലാം കൂടെ പോയി അവർക്ക് ഉള്ളിൽ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാം കൂടെ പോയി അഭിഷേകം ചെയ്യാൻ പോയതാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ മൃഗങ്ങളെല്ലാവരും കൂടെ പോയി സിംഹത്തെ രാജാവാക്കിയതാണോ? രണ്ടും രണ്ടാണ്. ഇവരെല്ലാം കൂടെ തെരഞ്ഞെടുത്തതാണോ സിംഹത്തെ രാജാവായിട്ട്? യാക്കി വെക്കുന്നതും സ്വയമേ ഉണ്ടാവുന്നതും രണ്ടും രണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ സിംഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വനത്തിൽ നിരവധി ജീവജാലങ്ങൾ, മൃഗങ്ങൾ ഉണ്ടെങ്കിലും ഈ സിംഹത്തെ രാജാവാക്കിയതല്ല. സ്വാഭാവികമായും ജന്മനാൽ തന്നെ മൃഗങ്ങളുടെ രാജാവാണ് ഈ സിംഹം. ആരും ആക്കി വെക്കിയതല്ല, ആക്കി വെക്കിയതല്ല. ഇപ്പം നമ്മളോട് ബന്ധപ്പെട്ടാൽ നമ്മൾ പല ശുശ്രൂഷകൾ ചെയ്യുന്നവരായിട്ടുണ്ട്, പല ശുശ്രൂഷകളും ചെയ്തുകൊണ്ടിരിക്കുന്നവരായിട്ടുണ്ട്. സത്യത്തിൽ അതിലേക്ക് നമ്മൾ സ്വയമായതാണോ തമ്പുരാൻ ആക്കി വെച്ചതാണോ? ഇത് രണ്ടും രണ്ടാണ്. ഞാൻ സ്വയം ആകുന്നതും എന്നെ തമ്പുരാൻ ആക്കി വെക്കുന്നതും കേൾക്കുമ്പോൾ തന്നെ അറിയാം, അത് കാണുമ്പോൾ തന്നെ അറിയാം, ആ ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ തന്നെ അറിയാം ദൈവം ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ സഹോദരന് ഇതിനുള്ള കൃപ നൽകിയിട്ടുണ്ട്. അങ്ങനെ ജന്മനാൽ തന്നെ സിംഹത്തിന് ആ ഒരു സ്ഥാനം ലഭിച്ചിരിക്കൊണ്ട് ആ ജീവിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരംഭിക്കുകയാണ്. യഹൂദ ഒരു ബാലസിംഹം താഴെ മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. ഈ സിംഹത്തിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടോ? പണ്ട് കാലത്തൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ അടിമത്ത സമ്പ്രദായം ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെ വീതി കുറഞ്ഞ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലിയ പ്രമാണികാരും വലിയ ജാതിക്കാർ, അങ്ങനെ പറയാൻ പാടില്ല, ഇന്ന് വലിയ ജാതിക്കാരൻ്റെ ചിന്തിക്കുന്നൊക്കെ പോകുമ്പോൾ അല്ലാത്തവർ വരുമ്പോൾ ഇവരെ കാണുമ്പോൾ മാറി നിൽക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അല്ലേ, വരുമ്പോൾ അവരങ്ങ് ദൂരേന്ന് വരുമ്പോൾ തന്നെ ഇവരങ്ങ് മാറി നിൽക്കും. ഇവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വഴി കൂടെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരു സിംഹം ഇങ്ങനെ കടന്നു വരികയാണെങ്കിൽ ആ വനത്തിലൂടെ യാത്ര ചെയ്തു പോകുന്ന ഏതൊരു മൃഗവും എന്തെയ്യുമോ വഴി മാറിക്കൊടുക്കും. അത്ര ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനം പ്രകൃതി ദത്താൽ ഈ മൃഗത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി 9 എന്ന് പറയുന്നു, അവൻ കുനിഞ്ഞ സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. അടുത്തത്, അവനെ എഴുന്നേൽപ്പിക്കും. എന്തിനാ പതുങ്ങി കിടക്കുന്നത്? ഈ സിംഹം അല്ലെങ്കിൽ സിംഹി പതുങ്ങി കിടക്കുന്ന എന്തിനാ? ഉരപിടിക്കാൻ വേണ്ടിയിട്ടാ. പതുങ്ങി കിടക്കും, അനക്കമില്ലാതിരിക്കും. അതിനാവശ്യമായിരിക്കുന്ന ഒരു ഇര അതിന് കടന്നു പോകുമ്പോൾ ചാടി അതിന്റെ വീണ് അതിനെ പിടിച്ചെടുക്കും. അപ്പൊ പതുങ്ങി കിടക്കുകയാണ്. ഇനി അവനെ എഴുന്നേൽപ്പിക്കും. ആർക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയില്ല. 10-ാം വാക്യത്തിൽ വന്നപ്പോൾ അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും ഉണ്ടോ? ചെങ്കോൽ ആർക്കുള്ളതാണ്? രാജാവിനുള്ളതാണ്. ഇതിൽ നിന്നും അടുത്തത്, രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീക്കി പോകുകയില്ല. അപ്പൊ യഹൂദ നോക്കണേ, ചുമ്മാ വന്നു കയറിയതല്ല. ഈ പറഞ്ഞ യഹൂദയെ യാക്കോബ് അനൗൺസ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ സത്യത്തിൽ ഈ യഹൂദയെ രാജാവായി കണ്ടത് ആരായിരുന്നു? തമ്പുരാൻ തന്നെയാണ് കണ്ടത്. ഇത് മനസ്സിലാക്കിയ യാക്കോബ് ആ ഒരു സ്ഥാനം ആർക്ക് കൊടുക്കുക? ഈ യഹൂദയ്ക്ക് കൊടുക്കുക. അപ്പൊ അത്രത്തോളം ഉന്നതമായിരിക്കുന്നു. രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. 12 ഗോത്രമുണ്ടെങ്കിലും ഈ രാജാസനത്തിലേക്ക് ദൈവം വിളിച്ച് വേർതിരിച്ച് കൃപകളും ബലവും അധികാരം കൊടുത്തിരിക്കുന്ന ആർക്കാണ്? യഹൂദ ഗോത്രം. ആ യഹൂദ ഗോത്രത്തിൽ നിന്നുള്ള മാത്രമേ രാജാവാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ രാജാവായി വന്നപ്പോൾ പെശക് പറ്റി ഇസ്രായേൽ മക്കളുടെ ഇടയിൽ. ഓർക്കുന്നുണ്ടോ? ആദ്യ രാജാവാക്കിയത് ആരായിരുന്നു? ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടെ ഒരു രാജാവിനെ തെരഞ്ഞെടുത്തു. കൂട്ടത്തിൽ തന്നെ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാള് രാജാവാക്കി തെരഞ്ഞെടുത്തു. ആരായിരുന്നു അത്? ശൗൽ ഏത് ഗോത്രക്കാരനായിരുന്നു? അയ്യോ കഷ്ടം, ദൈവിക പ്രമാണം തെറ്റിപ്പോയി.
ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവന് രാജാവാകാൻ സാധിക്കില്ല. ബെന്യാമിനെ കുറിച്ച് ഈ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. നോക്കിക്കേ, എവിടെയാണ് 51-ാം അധ്യായത്തിൽ. ഇരുപത്തേഴാം വാക്യം 49-27. ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി, അവന് രാജാവാകാൻ സാധിക്കുകയില്ല. അതാ യാക്കോബ് കൊടുത്ത അധികാരം. നോക്കിക്കേ, ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി, ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു മൃഗത്തിന്റെ പേരിലാണ് യാക്കോബിനെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ കടിച്ചു കീറുന്നതായിരിക്കുന്ന ചെന്നായി ആയിരിക്കുന്ന ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട ശൗൽ രാജാവായാൽ എത്ര നാൾ നിൽക്കും? പോയി കണ്ടോ, ശൗലിനെ രാജാവാക്കി. അത് ഇവരുടെ ഇഷ്ടപ്രകാരമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. ദാവീദിൻ അല്ല, ശൗലിനെ ഒരിക്കലും ദൈവം രാജാവായി കണ്ടിട്ടില്ല. ഈ ജനം തെരഞ്ഞെടുത്തു. ഈ ജനത്തിന്റെ തെരഞ്ഞെടുപ്പ് കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും മാറി. ശരിക്കും ആരെയാണോ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ആ ഗോത്രത്തിലുള്ളവൻ രാജാവായി. ആരാ വന്നത്? ദാവീദ്, യഹൂദ ഗോത്രത്തിലുള്ള, അല്ലേ? അത്രത്തോളം ശക്തി ഈ രാജാവിനും ഈ സിംഹത്തിനും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് 2 വാക്യങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തന്നെ ന്യായാധിപന്മാർ 14-ാം അധ്യായം 18-ാം വാക്യം. അവിടെ സിംഹത്തെക്കുറിച്ച് എടുത്തു പറയുന്നൊരു പ്രയോഗമുണ്ട്. അതൊന്ന് വായിച്ചോട്ടെ. 14-18 ന്യായാധിപന്മാർ. 7-ാം ദിവസം സൂര്യൻ അസ്തമിക്കും മുമ്പേ തേനിനേക്കാൾ മധുരമുള്ളതെന്ത്? എന്താ ചോദ്യത്തിന്റെ ഉത്തരം? ഉദാഹരണമായിട്ട് ചോദിക്കുകയാണ്, തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്? വേറെ എന്തെങ്കിലും ഉണ്ടോ? തേനിനേക്കാൾ മധുരമുള്ളത്, തേനിന്റെ മധുരത്തിന് പ്രത്യേക, പഞ്ചസാരയ്ക്ക് മധുരമുണ്ട് അല്ലേ? പഞ്ചസാരയ്ക്ക് മധുരമുണ്ട്. പക്ഷെ തേനിന്റെ മധുരവും പഞ്ചസാരന്റെ മധുരവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാ അറിയുമോ? തേനിന്റെ മധുരത്തിന് ഔഷധ ഗുണമുണ്ട്. മനസ്സിലായി? ഇപ്പൊ തൊണ്ടയ്ക്ക് പ്രയാസമുണ്ട്, സംസാരിക്കാൻ വിഷമമുണ്ട്. വീട്ടിൽ ചെന്നോണ്ട് ആദ്യം എന്തായി അറിയുമോ? ശകലം മഞ്ഞപ്പൊടി, ശകലം തേനുവിടെ ഇട്ട് നല്ലപോലെ ചാലിച്ചെന്ന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസമാണ്. ഇപ്പൊ കണ്ടോ, കേവലം മധുരമുള്ള ഒരു പാനീയം മാത്രമല്ല തേന്, പിന്നെയോ അതല്ലേ ഔഷധ ഗുണമുള്ളതായിരിക്കുന്ന തേനിനേക്കാൾ, അല്ലെ? അപ്പൊ തേനിനേക്കാൾ മധുരമുള്ളതും. അടുത്തത്, സിംഹത്തെക്കാൾ ബലമുള്ളത് എന്ത്? ഉത്തരം ഇല്ല. സിംഹത്തെക്കാൾ ബലമുള്ളത് വേറെ ഇല്ല. സിംഹത്തെക്കാൾ വലിപ്പമുള്ള എത്രയോ മൃഗങ്ങളുണ്ടല്ലേ? ആനയും കാണ്ടാമൃഗവും പോത്തും, ഇതെല്ലാം സിംഹത്തെക്കാൾ വലിപ്പമുള്ളത്. പക്ഷെ പവർ, ശക്തിയോ ഇവയെക്കാളൊക്കെ ശരീരം കൊണ്ട് ചെറുതാണെങ്കിലും കാണാൻ ചെറുതാണെന്ന് തോന്നുന്നെങ്കിലും ഇവയ്ക്കെല്ലാം ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ശക്തി ആർക്കുണ്ട്? ഈ സിംഹത്തിന് ഉണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും ബലമുള്ളതായിരിക്കുന്ന സിംഹം എന്താണ്? സിംഹത്തിന്റെ ശക്തി എന്താണ്? സിംഹത്തെ ആർക്ക് കീഴടക്കുവാനായിട്ട് സാധിക്കുമെന്ന് ലോകപ്രകാരം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ സിംഹത്തെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. സിംഹം ആരുടെയും മുമ്പിൽ വഴങ്ങി കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. ഇനി നമുക്ക് ദൈവജനത്തിലേക്ക് വരാം. അറിയുന്ന ഭാഗമാണ് ദാനിയേൽ പ്രവചനം. അറിയുന്ന ദൈവങ്ങളായതുകൊണ്ട് 6-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം. അതിന്റെ 7-ാം വാക്യം പ്രാരംഭമായിട്ടൊന്ന് വായിച്ചാട്ട്. 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഞാൻ വായിക്കാം. 60. അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിമാരിമാരും രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ഉണർച്ചിച്ചത് എന്തെന്നാൽ, ദാരിയേഷ് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപതിമാരും മന്ത്രിമാരും ദേശാധിപതിമാരും കൂടി ആലോചിച്ചിരിക്കുന്നു. രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. കർശന നിയമമാണ്.
8-ാം വാക്യം. ആകയാൽ രാജാവേ, മേദ്യരുടെയും പാർശ്വകളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധ കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അങ്ങനെ ദാരിയേസ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. രാജകൽപ്പനയാണ്. രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന രാജകൽപ്പന എഴുതി മുദ്രയിട്ട് വെച്ചിരിക്കുന്ന ആ പ്രമാണത്തിന് വിരുദ്ധമായി ദാനിയേൽ എന്ത് ചെയ്യുക? ദിവസം 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇനി എന്താ ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ, 16-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് ആരെങ്കിലും. അങ്ങനെ ആ കൽപ്പന ലംഘിച്ചു എന്നുള്ളതായിരിക്കുന്ന തെളിവ് സഹിതം രാജാവിന് മുമ്പിൽ വന്നപ്പോൾ രാജാവിന് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. പക്ഷെ മനസ്സുകൊണ്ട് രാജാവ് അനുകൂലമല്ല. കാരണം ദാനിയേലിന്റെ കൂടെ ദൈവമുണ്ടെന്നും ദാനിയേൽ ചെയ്യുന്നത് ദൈവികമായിരിക്കുന്ന കാര്യമാണെന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണെന്ന് വ്യക്തമായി അറിയാമെങ്കിലും രാജകൽപ്പന എന്നുള്ള പേരിൽ അവൻ സിംഹക്കുഴി ഇടുകയാണ്. അവിടെ വായിച്ചു ഇട്ട് കളഞ്ഞു. സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളഞ്ഞ ദാനിയേലിനോട് രാജാവ് സംസാരിക്കുക. കണ്ടോ ആ മനുഷ്യന്റെ വിശ്വാസം കണ്ടോ? നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ വിടുവിക്കും. ആ ഒരു ഉറപ്പ്. ഓക്കെ, മുദ്രയിട്ടു. നോക്കണേ, തന്റെ കൽപ്പന ലംഘിച്ചതായിരിക്കുന്ന ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടതിന് ശേഷം ആ രാജാവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ നോക്കിയാൽ തന്നെ. രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. നമ്മൾ ഓർക്കണം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൽ നാം സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളറിയാത്ത അനേക ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മധ്യസ്ഥ അടിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവ് കൊണ്ട് അതൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ പ്രാപ്തി കൊണ്ടാണ്, നമ്മുടെ സാമർത്ഥ്യം കൊണ്ടല്ല കേട്ടോ. നമുക്ക് വേണ്ടി നമ്മളറിയാത്ത ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ രാജാവ് നോക്കണേ, ഈ ദാനിയേൽ ലംഘിച്ചതായിരിക്കുന്ന ഈ കൽപ്പന സത്യത്തിൽ രാജാവ് എതിർക്കേണ്ടതിന് പകരം രാജാവ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് രാത്രി കഴിച്ചു. അടുത്ത് അവന് ഉറക്കം പോലും വരുന്നില്ലായിരുന്നു. അടുത്ത് രാജാവ് അധികാലത്ത് എഴുന്നേറ്റ്, ഉറക്കമില്ലാതെ രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ഒരു മനുഷ്യന്റെ സ്വഭാവം അത് കാണിക്കുന്നത്. ദാനിയേലിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ തന്നെയും ഇട്ട് കഴിഞ്ഞതിന് ശേഷം രാജാവ് അവിടെ വന്ന് വേദനയോടെ ദുഃഖത്തോടെ ചോദിക്കുക. കാരണം എന്താ? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് മാനസികമായിട്ട് അപ്പോഴും ഒരു സംശയം നമുക്കുണ്ടാവില്ല അല്ലേ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പോലും അത് കിട്ടിയിട്ടുള്ള പൂർണ്ണമായ ഉറപ്പ് ചില സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ രാജാവ് പ്രാർത്ഥിച്ചു. അടുത്ത 20-ാം വാക്യം. വാക്കാ ശ്രദ്ധിക്കട്ടെ, രാജാവ് ദീർഘായുസോടെ ഇരിക്കട്ടെ. ദാനിയേൽ പറയുകയാണ്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. ആരുടെ വായ അടച്ചത്? സിംഹങ്ങളുടെ. ഒരു സിംഹമല്ല, സിംഹങ്ങൾ കിടക്കുന്ന ആ കൂട്ടിനകത്തേക്ക് കുറ്റം ചെയ്തതായിരിക്കുന്ന വ്യക്തിയെ അങ്ങ് ഇട്ടുകൊടുക്കുക. വിശന്ന് പരവശയായിരിക്കുന്ന സിംഹങ്ങൾ അതിനകത്തുണ്ട്. ഈ വലിച്ചെറിയപ്പെടുന്നതായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരം, ഈ മനുഷ്യന്റെ മാംസത്തിന് പറഞ്ഞു കേട്ടതാട്ടോ. മനുഷ്യന്റെ മാംസം ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത്, മനുഷ്യ മാംസത്തിന് ഭയങ്കര രുചിയാന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ ഒരു മനുഷ്യനെ കിട്ടി തിന്ന് ശീലിച്ചാൽ പിന്നെ മനുഷ്യനെ അത് കൊന്നുകൊണ്ടിരിക്കും. കാരണം എന്തറിയോ?
മറ്റു മൃഗങ്ങളെ, ഒരു മാനിനെയോ അല്ലെങ്കിൽ ഒരു ആടിനെയോ മറ്റെന്തിനെങ്കിലും കൊന്നു തിന്നുന്നതിനേക്കാൾ ഭയങ്കര രുചിയാണെന്ന് പറയും. അതുകൊണ്ട് ഈ സിംഹത്തിന് ഒരു മനുഷ്യനെ ആ ഗുഹയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ഈ എറിയപ്പെടുന്നതായിരിക്കുന്ന മനുഷ്യൻ നിലത്ത് വീഴാൻ സമയമുണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ വാ തുറന്നതിന് അവക്കപ്പാണ്. അങ്ങനെ കിടക്കേണ്ടതായിരിക്കുന്ന സിംഹം, ഇവിടെ നോക്കണേ, വായിക്കുന്നത്, സിംഹം എന്ത് ചെയ്തു? തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവേ തിരുമുമ്പിലും കുറ്റമില്ലാത്തവൻ, ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ, സിംഹം രാജാവാണ്, അതിശക്തമായിരിക്കുന്ന ഒരു മൃഗമാണ്. മറ്റെല്ലാ മൃഗങ്ങളും സിംഹത്തിന് മുമ്പിൽ വഴിമാറി കൊടുക്കും. ശക്തിയുടെ പരമോന്നതമായിരിക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്ന സിംഹമാണെങ്കിലും ദൈവത്തിന്റെ ദാസന്റെ മുമ്പിൽ, ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ ഈ ശക്തിയും ഈ പ്രസരിപ്പും ഈ കഴിവുമെല്ലാം വെറും വട്ടപൂജ്യമായിട്ട് മാറുകയാണ്. തിരിച്ചു വരുന്നുണ്ട്, താഴ്ത്തു വായിക്കാം. 23 മുതൽ വായിക്കാം. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കഴിച്ചു. ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്, ദൈവം കരങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചതുകൊണ്ട് അതിൽ ഒരു കേടും സംഭവിച്ചില്ല. 24-ാം വാക്യം, അത് നേരെ തിരിഞ്ഞു വരുന്നൊരു സംഭവമാണ്. ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ രാജാവിന് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അയ്യോ നോക്കണേ, അവിടെയാണ് കഷ്ടം. അവരെന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തിയവരെയും അവരുടെ മക്കളെയും അവരുടെ ഭാര്യമാരെ, ഇതുകൾ എന്തെങ്കിലും ചെയ്തതാണോ? ഈ മക്കളും ഭാര്യമാരും എന്തെങ്കിലും ചെയ്തായിരിക്കും? അല്ല, ഈ പുരുഷന്മാരാണ് ഈ ദൈവദാസന്റെ മേൽ കുറ്റം ചുമത്തിയത്, അവനെ കൊല്ലാനായിട്ട് സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇടാനായിട്ട് പ്രേരിപ്പിച്ചത്. പക്ഷേ അതിന്റെ ശിക്ഷ അനുഭവിച്ച ആരൊക്കെയാ നോക്കിക്കേ? അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അടുത്ത വശം, അവർ ഗുഹയുടെ അടിയിൽ എന്ന് പറഞ്ഞാൽ സിംഹങ്ങൾ കിടക്കുന്ന ആ തറയിൽ മുട്ടുന്നതിന് മുമ്പേ തകർത്ത് കളഞ്ഞു. അപ്പൊ നോക്കണേ, സിംഹശക്തിയുള്ളതാണ്, അസ്ഥിയെ തകർക്കാൻ കഴിവുള്ളതാണ് സിംഹം. പക്ഷേ ദൈവ പൈതലിന്റെ മുമ്പിൽ, ദൈവിക സംരക്ഷണം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ സിംഹത്തിന്റെ ശക്തിയൊന്നുമല്ലാതായി തീരുകയാണ്. അപ്പോൾ തന്നെ കുറ്റം ചെയ്തവരായിരിക്കുന്നവരെ ഗുഹയിലേക്ക് ഇട്ടുകഴിഞ്ഞപ്പോൾ അവരുടെ ശരീരം നിലത്ത് എത്തുന്നതിന് മുമ്പേ തന്നെ സിംഹം അവയെ ഭക്ഷിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുക. എന്തായി സിംഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചോദിച്ചാൽ സിംഹം നമ്മളോട് പറയുന്ന ഉത്തരം ഇത്രയേ ഉള്ളൂ: ഞാൻ ശക്തിയുള്ളവനാണ്, മറ്റേത് മൃഗങ്ങൾക്കും ഇല്ലാത്തതിനായിരിക്കുന്ന ഭയങ്കരമായ ശക്തി, ഊർജം എനിക്കുണ്ട്. ഏത് മൃഗവും ഏത് മനുഷ്യനും എന്നെ കണ്ട ഭയപ്പെട്ട് ഓടിപ്പോകും. പക്ഷേ ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ, ദൈവ നിയോഗപ്രകാരം ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, എൻ്റെ വായ എനിക്ക് തുറക്കാനായിട്ട് സാധിക്കുക. ഇതാണ് സിംഹം നമ്മളോട് പറയുന്ന. ഈ ഒരു മൃഗത്തെക്കുറിച്ചും കൂടെ ചിന്തിച്ചിട്ട് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ വിചാരിക്കും. നമുക്ക് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് വരാം. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 19 മുതൽ വായിച്ചാണ്. 19 മുതൽ എലീശ പ്രവാചകൻ ആദ്യ ശിഷ്യന് എലീശ പ്രവാചകൻ ഏലിയാവിന്റെ പ്രത്യേകത. നിരവധി പ്രവാചകന്മാരെ നമുക്കറിയാം. ഏലിയാവിന് മാത്രം അവകാശപ്പെടുന്ന ഒരു
പ്രത്യേകതയുണ്ട്. എന്താ? ഏലിയാവ് ഇന്നും മരിച്ചിട്ടില്ല. ഏലിയാവ് ഇന്നും മരിച്ചിട്ടില്ല. അതേസമയം ഇതേ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചേ? യഹോവ എന്നെ അങ്ങോട്ട് എടുത്തുകൊള്ളണം അല്ലേ? ആ ഈസബേലിന്റെ ഭീഷണിയുടെ മുമ്പിൽ പ്രാണഭയത്തിലായ ഏലിയാവ് പ്രാർത്ഥിച്ചു, യഹോവ എന്നെ അങ്ങോട്ട് എടുത്തുകൊള്ളണമേ. പ്രാർത്ഥന കേട്ടില്ല. ഇന്ന് വരെ ഏലിയാവ് മരിച്ചിട്ടില്ല. അപ്പൊ അത്രയും വലിയ പ്രവാചകനായിരിക്കുന്ന ഏലിയാവിന് ശിഷ്യനായിരിക്കുന്ന ഏലീശ വലിയ അത്ഭുതം അവിടെ ചേർത്തിക്കുകയാണ്. നോക്കിക്കണേ, വെള്ളം പഥ്യമാക്കി. അതിന് മുമ്പ് അനേക കാര്യങ്ങൾ ഏലീശ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തെങ്കിലും ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം 23 മുതലുള്ള വാക്യങ്ങളാണ്. ചുരുക്കം മിനിറ്റുകൊണ്ടാണെന്ന് പറയാം. പിന്നെ അവൻ അവിടെ നിന്ന് ബേഥേലിലേക്ക് പോയി. ആരാ? ഏലീശ പ്രവാചകൻ ബേഥേലിലേക്ക് പോയി. എന്താ ബേഥേലിന്റെ പ്രത്യേകത? ബേഥേൽ, ആ വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. അപ്പത്തിന്റെ ഭവനമാണ്, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്, ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. നേരത്തെ ആ പേരെന്തായിരുന്നു? ബേഥേലിന്റെ നേരത്തെ പേര് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. ലൂസ. ലൂസ് എന്ന് പറഞ്ഞ നേരത്തെ ലൂസ് എന്ന് പേരുന്ന സ്ഥലത്തിന് യാക്കോബ് അവിടെ കിടന്ന് സ്വപ്നം കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്ഥലത്തിന്റെ പേര് മാറി, ബഥേലായി മാറി. അത് അനുഗ്രഹിക്കപ്പെട്ടതല്ല, അപ്പത്തിന്റെ ഭവനമായിരിക്കുന്ന ആ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട് കേട്ടോ. ചില കുടുംബങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്, ചില നാടുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ ആ ബഥേൽ എന്ന അപ്പത്തിന്റെ ആ ഭവനത്തിലേക്ക് ഏലീശ പോയപ്പോൾ ഉണ്ടായ സംഭവമാണ്. വായിച്ചേ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു. അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ എന്ന് പറഞ്ഞാൽ ഏത് ബാലന്മാരാ? ഈ ബഥേൽ നിവാസികളുടെ മക്കളായിരിക്കുന്ന ബാലന്മാർ അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ചു. ആരെ പരിഹസിച്ചു? ഏലീശ പ്രവാചകനെ പരിഹസിച്ചു. ഒരു വിരോധാഭാസം അവിടെ അതിനകത്തുണ്ട്. എന്നാ പറയുമോ? ബഥേലിലുള്ള ഒരു വ്യക്തി, ബഥേലിന്റെ ദൈവമായ യഹോവയുടെ പ്രവാചകനായിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ എന്താൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. കാരണം അത് ദൈവത്തിന്റെ സ്ഥാനമാണ്. അവിടെ വളർന്നു വന്ന ഒരു കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങള് അതേ നാട്ടിലുള്ള ഒരു ദൈവദാസനെ എനിക്ക് നാട്ടിൽ വായിക്കാം. എന്താ പറഞ്ഞ് പരിഹസിച്ച് നോക്കിക്കേ. അവനോട് മുട്ടത്തലയെ കയറി വാ. ശരിക്കും ഒരു ഭാഷയിൽ മുട്ടത്തലയെ കയറി പോന്ന മലയാളം കയറി വാങ്ങണം അല്ലേ? കയറി പോന്ന അതെങ്ങനെ? ഈ കയറി പോന്ന് പറഞ്ഞതിന്റെ കാര്യം കയറിപ്പോ വെറുതെ പറഞ്ഞാണ്. ഈ പ്രവാചകനായിരിക്കുന്ന ഏലീശായുടെ ഗുരുവായിരിക്കുന്ന ഏലിയ പ്രവാചകൻ കയറിപ്പോകുന്നത് ഇവർ പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ട്. കയറിപ്പോയ ആളാണ്. എങ്ങനെ? ശരീരത്തോടുകൂടെ ജീവനോടുകൂടെ കയറിപ്പോയ വ്യക്തിയുടെ ശിഷ്യനാണ് ഈ ഏലീശ. അതുകൊണ്ട് തിരിച്ചു പറയാണ്, മൊട്ടത്തലയാ നീ എന്ത് ചെയ്യ? കയറിപ്പോ. കളിയാക്കി പറയാ, മൊട്ടത്തല, അതിൽ മുടിയൊന്നും ഇല്ലെന്നോ. ഓക്കെ, മൊട്ടത്തലയാ കയറുക എന്ന് പറഞ്ഞു. അടുത്ത 24 വാക്യം. അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി യഹോവയുടെ നാമത്തിൽ അവരെ ശപിച്ചു. വലിയൊരു പാഠമുണ്ട്. എന്നാ പറയാം, ഈ കുഞ്ഞുങ്ങൾ വെറുതെ പറയുന്നതല്ല, ഈ ബാലന്മാർ വെറുതെ കളിയാക്കുന്നതല്ല. ഇവരുടെ പിതാക്കന്മാർ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്ന് കേട്ടുകൊണ്ടിരിക്കുക. ഒരു വലിയ ആലോചനയുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കെ മറ്റുള്ളവരെ നമ്മൾ വിമർശിക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ, കുറ്റപ്പെട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കുക. അവർ കേട്ടു വളരുന്ന അവർ അത് അപ്പുറം പറയും. ഈ പറഞ്ഞു കേൾക്കുന്നതിൻ്റെ അപ്പുറം അവർ പറയും. ഒരു വ്യക്തിയെക്കുറിച്ച് വിമർശിച്ച് പറയുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു മനോഭാവം നെഗറ്റീവായിട്ട് മാറും. ഇത് ഈ ഒരു കുടുംബത്തിലുണ്ടായിരുന്നു. ഈ ബഥേലിലെ കുടുംബാംഗങ്ങൾ പലരും ദൈവദൂഷകർ പറയുന്ന കൂട്ടത്തിലായിരുന്നു. കേട്ട് വളർന്നതായിരിക്കുന്ന ബാലന്മാർ അവരെ പറഞ്ഞു. നോക്കിക്കേ, അവൻ ശപിച്ചു. അടുത്തത്, അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ ഇറങ്ങി വന്ന് അവരെ 42 ബാലന്മാരെ കൊന്നുകളഞ്ഞു എന്നല്ല, പിന്നെ കീറിക്കളഞ്ഞു. പീസ് ആക്കി. നോക്കണേ,
ദൈവത്തിൻ്റെ ക്രോധം, ദൈവത്തിൻ്റെ കോപം, തൻ്റെ പ്രവാചകന്റെ മേൽ അധിക്ഷേപം ഉണ്ടാക്കിയതായിരിക്കുന്ന തലമുറകളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ദേഷ്യത്തിൻ്റെ പ്രത്യേകത കീറിക്കളഞ്ഞു എന്ന് വായിക്കുന്നു. കീറിക്കളഞ്ഞു. എൻ്റെ ഈ 2 പെൺകരടികളുടെ പ്രത്യേകത അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. 2 പെൺകരടികൾ. 2 ശമൂവേൽ 17:8 വായിക്കാം. അത് മാത്രം പറഞ്ഞു നിർത്താം. 2 ശമൂവേൽ 17:8. ദാവീദിനെ കുറിച്ചാണ് പറയുന്നത്. ദാവീദിനെ കുറിച്ച് കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടികൾ. ഈ മൃഗങ്ങളുടെ പ്രത്യേകത കിട്ടുന്നുണ്ടോ? അമ്മയ്ക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം അല്ലേ? ഒരു പട്ടി പ്രസവിച്ചെടുക്കുക, നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യം. ഒരു പട്ടി പ്രസവിച്ചെടുക്കുക, 5-6 കുട്ടികളുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ആരുടെ സംരക്ഷണയില്ല? ഈ തള്ളക്കുട്ടിയുടെ സംരക്ഷണം. അപ്പനെന്ത് ചെയ്യും? അങ്ങാടി പോയതായിരിക്കും അല്ലേ? അപ്പനെ കുറിച്ച് ഒരു പിടിയില്ല. അമ്മയാണ് ഇതിന്റെ സംരക്ഷണം. നമ്മുടെ പിള്ളേർ ചിലപ്പം ഒന്നിനെ എടുക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പോകുന്നു പറഞ്ഞ് ചാടി വീഴുക. അതൊരു പട്ടിയുടെ കാര്യം, ഒരു പൂച്ചയുടെ കാര്യം. ഇവിടെ പറയുന്നതായിരിക്കോ കുട്ടികൾ കവർന്നുപോയ കരടി, പെൺകരടിയാ. കുട്ടികൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകരടിയുടെ മനോഭാവം എന്താ? അതിന് കിട്ടുന്നത് വരെ കാണുന്നതിനെയൊക്കെ കീറിക്കളയും. നമുക്ക് സദൃശവാക്യങ്ങളുടെ ഒരു വാക്യം കൂടെ വായിക്കാം. 17:12. സദൃശവാക്യം 17:12. ഇതേ ആശയം തന്നെയാണ്. ഒന്ന് വായിക്കാം. മൂഢനെ അവന്റെ ഭോഷത്വത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിട്ട് കഴിഞ്ഞാൽ എതിരിടുന്നവരുടെ കാര്യം തീർന്നു. ഇനി ഒരു വാക്യം കൂടെ വായിച്ചു. ഹോശിയ പ്രവചനം, ഹോശിയ 13:8. ഞാൻ തന്നെ വായിക്കാം. 13:8 ഹോശിയ. കുട്ടികൾ പോയ കരടിയെ പോലെ ഞാൻ അവരെ എതിരിട്ടു, അവരുടെ ഹൃദയത്തിന്റെ നെയ്തല കീറിക്കളയും. അവിടെ വെച്ച് ഞാൻ അവരെ ഒരു ബാലസിംഹത്തിന് പോലെ തിന്നുകളയും. കാട്ടുമൃഗം അവരെ കടിച്ചിട്ടുണ്ട്. കരടിയോട്, സിംഹത്തോട് നമ്മൾ ചോദിച്ചു അല്ലേ? ദൈവദാസന്മാരുടെ മുമ്പിൽ എൻ്റെ ശക്തി ഒന്നുമല്ല. ഈ കരടിയോട് ചോദിച്ചു, കരടി എന്താ പറയുക? ഇതിന് സമാനമായ ഉത്തരം തന്നെയാണ് കരടി പറയുക. എന്താ? ദൈവദാസന്മാരെ, ദൈവം അഭിഷേകം ചെയ്തായിരിക്കുന്ന വ്യക്തികളെ അധിക്ഷേപിക്കുന്നത്, വിമർശിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്, അതിന്റെ ഉത്തരവാദിത്വം ദൈവം എന്നെ പോലുള്ളവരെ ഏൽപ്പിക്കും. അതിന് ഒരു നീക്കുപോക്കും അതിന്റെ പുറകിൽ ഉണ്ടാകുകയില്ല. കേൾക്കുന്നതായിരിക്കുന്ന ഓരോ വചനവും നമ്മൾ കുറെ തിയോളജി അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറെ വേദപുസ്തകത്തിൽ കുറെ വാക്യങ്ങൾ, കുറെ കേട്ടല്ലേ, കുറെ പോയിന്റുകളൊന്നും കാര്യമില്ല. നമുക്ക് പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ആലോചന ഇതാണ്. നമ്മൾ ഒന്നും ചെയ്യേണ്ടത്, ആരും ഒന്നും ചെയ്യേണ്ട. ഞാൻ ചെയ്തതിന് അനുഭവം എനിക്കുണ്ടാവും. ഞാനത് മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനോട് നമ്മൾ മൃഗങ്ങളോട് ചോദിച്ചു, പാമ്പിനോട് ചോദിച്ചു, കഴുതയോട് ചോദിച്ചു, സിംഹത്തോട് ചോദിച്ചു, കരടിയോട്. അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? അർത്ഥം യോബിന്റെ പുസ്തകത്തിലെ ആരോട് ചോദിക്കട്ടെ? പുസ്തകം മടക്കിയുണ്ടായില്ലേ? പക്ഷികളോട് ചോദിക്കാം. ദൈവം അനുവദിച്ചായ ദിവസങ്ങളിൽ ആ ഭാഗം ചിന്തിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ദിവസം